പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. കണ്ടല്ലേ, നമുക്കെല്ലാവർക്കും വെള്ളമൊക്കെ കയറി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതാണ്ടത് ഇന്ന് വന്നേക്കുന്നത് ഇതേ കണ്ടോ. ഇന്ന് എല്ലാവർക്കും നാവിൽ സത്യമായിട്ടും വെള്ളം വരുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ വന്നേക്കുന്നത്. ഇതേ കണ്ടോ, എന്താണെന്ന് മനസ്സിലായോ? ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്തേക്കൂ. അടിപൊളിയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണ്, നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതാണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് അടിപൊളിയാണ്. നമ്മുടെ പഴങ്കഞ്ഞിക്കും നമ്മുടെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ശരിക്കും ഇതൊക്കെ മിസ്സാവുന്നില്ല ചിലർക്കൊക്കെ, പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ ശരിക്കും മിസ്സാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, വേഗം പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ അതാണ്ട് ഞാൻ ഒരു 4 ഉപ്പിലിട്ട മാങ്ങയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അതിനകത്ത് നമ്മുടെ അരപ്പ് കറിക്കുള്ള എരിവും ഒക്കെ പിടിക്കാനായിട്ടാണ്. ചിലരിതിൻ്റെ തൊലി പൊളിച്ചും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 വറ്റൽമുളകും കുറച്ചധികം ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ച ഉപ്പിലിട്ട മാങ്ങ അങ്ങ് നന്നായിട്ടൊന്ന് ആ ഒരു മുളകിലും ഉള്ളിയിലും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കൊണ്ടാട്ടം മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടാട്ടം മുളകും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ആ ഉപ്പ് എല്ലായിടത്തും എല്ലാ മാങ്ങയിലും ഒന്നാകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്നൊരു 10 മിനിറ്റ് അടച്ചൊന്ന് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താണ്, നമ്മൾ അരച്ച് മാറ്റി വെച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കറിയൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കടുകൊക്കെ ഒന്ന് താളിച്ച് കുറച്ച് ഉലുവയും കടുകും ഒക്കെ പൊട്ടിച്ച് ആ കറിയുടെ മേലിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഈ വറ്റൽമുളക് മാത്രമാണ് ഇത് ചേർത്തിരിക്കുന്നത്, മറ്റൊന്നും ചേർത്തിട്ടില്ല. വറ്റൽമുളകും കൊണ്ടാട്ടം മുളകും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെയുള്ള അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നവരെ ബൈ.